ഹലോ, എല്ലാവർക്കും മരിൻസ് കിച്ചൻ റെസിപ്പീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് നമ്മൾ അവിയലിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണത്തിന് നമ്മൾ എന്തായാലും വെക്കുന്ന രണ്ട് കറിയാണ് അവിയലും സാമ്പാറും. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയൽ വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അവിയലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി വളരെ ടേസ്റ്റിയുള്ള റെസിപ്പിയാണ്, അതേപോലെ തന്നെ ഈസിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അല്പം ജീരകം ഇട്ടിട്ട് ഏകദേശം 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം കേട്ടോ. അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു പിടി വേപ്പിലയും അതുപോലെ ഒരു 5-6 പച്ചമുളക് കീറിയതും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറു തീയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പച്ചക്കറി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പച്ചക്കറി എടുക്കാം. അതുപോലെ നീളത്തിൽ അരിയണമെന്ന് മാത്രം കേട്ടോ. ഇനി ഇത് നമ്മുടെ ഈ ഒരു എണ്ണയ്ക്കകത്തിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. വാടി വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും ചേർക്കണില്ല. ഈ എണ്ണയ്ക്കകത്തിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇത് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. പുളിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. തൈരിന് പകരം നിങ്ങൾക്ക് മാങ്ങയുടെ പീസായാലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഓൾറെഡി നമുക്ക് തൈരും വെള്ളവും ഓയിലും ഒക്കെ ഉണ്ട് ഇതിനകത്തിട്ട്. ഇനി നമ്മൾ വെള്ളം അധികമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി നിങ്ങളിപ്പോൾ ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലല്ല വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അടിപ്പിടിച്ച് പോവും. പിന്നെ എല്ലാ പച്ചക്കറിയും ഒരേ വേവല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെന്ത് വരാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇച്ചിരിക്കോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തൈരിൻ്റെ പാത്രത്തിൽ ഒരല്പം വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇത് ഓൾറെഡി ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായ കാരണം സ്റ്റിക്കി ആവാണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം ഏകദേശം ഒരു 3/4 നാളികേരം ചെറുകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം ഉണ്ടല്ലോ, അതും ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി നല്ല ജീരകം ചേർത്തിട്ടുണ്ടെങ്കിലും ഇത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വെള്ളമോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട. ഇത് ചമ്മന്തിക്കൊക്കെ അരയ്ക്കണോണം ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി നമ്മുടെ പച്ചക്കറി എല്ലാം ഇവിടെ നന്നായിട്ട് വെന്ത് അതുപോലെ തന്നെ ആ വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറു തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കാതെ വേവിച്ചതിന് കാരണം പച്ചക്കറികളൊന്നും ഒരുപാടൊന്നും ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.